കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഇതിപ്പോ കാര്യമായിട്ടാണല്ലോ ആമ്പലു പിറന്നാളിന്. ഉം സാധാരണ ഉത്സവങ്ങൾക്കാ ഇതുപോലെ സദ്യ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ വർഷവും ക്ഷേത്രത്തിൽ പോക്കും പായസവും മാത്രമേ കാണൂ. അത് നേരാ. കഴിഞ്ഞ തവണയൊക്കെ പായസമായിരുന്നു. ആമ്പലിനെ ശരിവെച്ചുകൊണ്ട് ആസി പറഞ്ഞു. ഇവിടെ അച്ഛനും ചേച്ചിക്കും അടപ്രഥമനാ ഇഷ്ടം. അമ്മയ്ക്ക് പൊതുവെ മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയുടെ ജന്മനാളിന് വേറെന്തെങ്കിലും ആകും അമ്മ ഉണ്ടാക്കുന്നത്. നിനക്ക് കടലപ്പായസമല്ലേ ഇഷ്ടം? രമ്യ ചിരിയോടെ തിരിക്കിയതും ആമ്പൽ തലയാട്ടി. അതെ, ചിരിച്ചും കൊണ്ട് നടക്കുന്നതൊക്കെ കൊള്ളാം. നിലത്ത് നോക്കി സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ചെളിയുണ്ട്, വീഴും രണ്ടും കൂടി. അത് കണ്ടതും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇലയിൽ ആമ്പൽ ഒന്നുകൂടി പിടുത്തമിട്ടു. ആ നേരം അടുക്കളയിൽ തകൃതിയായി ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തന്നെ രമ്യയുടെ അമ്മ കൂടി വന്നുകൊണ്ട് അധികം വിഷമിക്കാതെ കാര്യങ്ങളൊക്കെ നടന്നുപോയി. അല്ലാതെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആമ്പലൂനും അടുക്കളയിൽ കയറേണ്ടി വന്നേനെ. ഇതിപ്പോ രമ്യയുടെ അമ്മ വന്നതുകൊണ്ട് രാവിലെ മുതൽ പാറിപ്പറന്നുള്ള നടപ്പാണ് എല്ലാരും കൂടി. അശോകനും അന്നൊരു ദിവസത്തേക്ക് കട അവധിക്ക് വിട്ടു. ഇനിയിപ്പോ വൈകുന്നേരത്തോടെ കട തുറക്കൂ. പിന്നെ രമേശൻ മാമൻ കൂടി ഒത്തുള്ളതുകൊണ്ട് രണ്ടുപേർക്കും രാഷ്ട്രീയവും തൊഴിലിടത്തെ കാര്യങ്ങളും പറഞ്ഞ് സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. രതീഷേട്ടൻ ഏതോ ജോലിക്ക് പോയേക്കുവാണ്. ആള് ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയമാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നേരത്താണ് ഉമ്മറത്ത് ഒരു കാറ് വന്നു നിന്നത്. ടീച്ചറിനെയും ഏതനെയും പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നവൻ അവരെ വരവേൽക്കാൻ എന്ന പോലെ പുറത്തേക്കിറങ്ങി. പക്ഷെ അപ്രതീക്ഷിതമായി അതിൽ നിന്നും ഇറങ്ങി വരുന്ന സിദ്ധാർത്ഥിനെ കണ്ടതും നേര് പറഞ്ഞാൽ അശോകൻ ഞെട്ടിപ്പോയിരുന്നു. ഏതാണ്ട് അതേ ഞെട്ടലായിരുന്നു രമേശനും. മോനോ? മോനെന്താ ഇവിടെ? എന്തു പറ്റി? വീട്ടിലെല്ലാവർക്കും? അവനെ കണ്ടൊരു പകപ്പിൽ എന്ത് ചോദിക്കണമെന്നറിയാതെ അയാൾ എന്തൊക്കെയോ കാടുകയറി ചോദിച്ചു. എന്റെ മാമ, ഞാൻ വെറുതെ വന്നതാണ്. മാമൻ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിച്ചു കൂട്ടല്ലേ. അയാളുടെ മുഖത്തു നിന്നും ആ മനസ്സിലെ ചിന്തകൾ വായിക്കാൻ പറ്റിയ പോലെ സിദ്ധാർത്ഥ് പെട്ടെന്ന് കയറി പറഞ്ഞു. അല്ല മോനെ, നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായി മാമ. അല്ല, പിറന്നാളുകാരിയെ കാണുന്നില്ലല്ലോ, എവിടെ? അപ്പോ ആമ്പലൂന്റെ പിറന്നാൾ കൂടാൻ വന്നതാണോ നീ? രമേശന്റെ തോളിൽ തട്ടിയുള്ള ചോദ്യത്തിന് അവനൊന്ന് പകച്ചു. ആ ചോദ്യത്തിന് മറുപടി കേൾക്കാൻ എന്ന പോലെ അശോകന്റെ നോട്ടം കൂടി കണ്ടതും അവന്റെ പരിഭ്രമം പിന്നെയും കൂടി. ആ നേരത്താണ് ദൈവദൂതയെ പോലെ മഞ്ജു പുറത്തേക്കിറങ്ങി വന്നത്. സിദ്ധുമോനായിരുന്നോ? ഞങ്ങൾ കരുതി ടീച്ചറാകുമെന്ന്. പിന്നെയും കാറ് നിർത്തി ഇത്രയും നേരം കാണാഞ്ഞതുകൊണ്ട് ആരാണെന്നറിയാൻ ഇറങ്ങി വന്നതാണ്. എന്തായാലും നിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവന്റെ അടുത്തേക്കെത്തി ആ മുഖത്തും തോളിലൂടെയുമൊക്കെ കൈയൊന്ന് തടവി മഞ്ജു സ്നേഹത്തോടെ അവനെ കൂടെ കൂട്ടി. സത്യം പറഞ്ഞാൽ സിദ്ധുവിനെ പെങ്ങളുടെ മകൻ എന്നതിലുപരി അശോകനും മഞ്ജുവിനും ഒരുപോലെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും നാളും കൊണ്ടുള്ള മനഃപൂർവമായ ഇടപെടലിലൂടെ അവൻ സമ്പാദിച്ചെടുത്തതാണ് അങ്ങനെ ഒരു ഇഷ്ടവും. അകത്തേക്ക് കയറിയതും അവന്റെ കണ്ണുകൾ ആദ്യം തേടിയത് ആമ്പലിനെയായിരുന്നു. പക്ഷെ അവളെ കണ്ടില്ലെന്ന് മാത്രമല്ല, എല്ലാവരും കൂടി വീട്ടിലെയും നാട്ടിലെയും പലജാതി വിശേഷങ്ങൾ ചോദിച്ച് അവനെ അവിടെ തന്നെ പിടിച്ചിരുത്തുകയും ചെയ്തു. ഇരുന്നിരുന്ന് കുറെ നേരമായിട്ടും അവളെ കാണുന്നില്ല എന്ന് കണ്ടതും അവന്റെ മനസ്സ് പിന്നെയും അസ്വസ്ഥമാകാൻ തുടങ്ങി. പിറന്നാളുകാരി ഇവിടെ ഇല്ലേ? ആ ഒരു ചോദ്യത്തോടെ അവൻ വീണ്ടും വീടിനു ചുറ്റും കണ്ണോടിച്ചു. എല്ലാം കൂടി തൊടിയിലോട്ട് പോയിട്ടുണ്ട്. സദ്യക്ക് ഇല വെട്ടാനായി നിന്റെ മാമനും രമേശേട്ടനും കൂടി ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ള വാനരന്മാർക്ക് അപ്പോ ഇല വെട്ടാൻ പോയേ പറ്റൂ. പോകേണ്ടെന്ന് ആവും വട്ടം ഞാനും രമയും കൂടി പറഞ്ഞതാ. എവിടെ? എല്ലാത്തിനും 18 തികഞ്ഞില്ലേ? ഇനി എന്തിനാ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേൾക്കുന്നത് എന്ന ചിന്തയാകും. അവര് പറഞ്ഞിട്ട് ആമ്പലവും കേൾക്കാതെ കൂടി പോയതിന്റെ ഒരു ദേഷ്യമാണ് ആ നിമിഷം അവർ കാണിച്ചത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും കയറി കെറിവിക്കല്ലേ മഞ്ജു. അവൾ വലിയ കുട്ടിയായി. ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവളുടെ ഇഷ്ടത്തിന് വിട്. അതല്ലാതെ എല്ലാ കാര്യത്തിലും പിണങ്ങിയൊക്കെ അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കല്ലേ നീ. ആ സമയത്ത് പറയാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നെങ്കിൽ കൂടി കുറെ കാലമായി കണ്ടുവരുന്ന കാര്യങ്ങളുടെ ബാക്കിപത്രമായി അശോകൻ മഞ്ജുവിനെ വഴക്കു പറഞ്ഞു. അതുകൂടി കേട്ടതും മഞ്ജുമ്മ പൂർണ്ണമായും നിശബ്ദയായി. അഞ്ജുവിനെ പോലെയല്ല ആമ്പൽ. അഞ്ജുവിന് എവിടെയും സ്വന്തമായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അതിനെ ആര് ചോദ്യം ചെയ്താലും അത് നേടിയെടുക്കാനുള്ള വാക്ചാതുര്യം ഒരു പരിധിവരെ അവളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടങ്ങൾ അങ്ങനെയൊന്നും അവൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ അതുപോലെയല്ല ആമ്പൽ. സ്വന്തമായി തീരുമാനങ്ങളും ചിന്തകളും ഒന്നുമില്ലാതെ അമ്മ, അച്ഛൻ, ചേച്ചി, കൂട്ടുകാർ, ഇതാണ് അവളുടെ ലോകം. അതുകൊണ്ട് തന്നെ മഞ്ജുവാണ്
പല ഇഷ്ടങ്ങളും അവളിൽ അടിച്ചേൽപ്പിക്കുന്നത്. താൻ പറയുന്നത് അതുപോലെ അനുസരിക്കാത്ത ആമ്പലിനെ പിണങ്ങിയിരുന്നാലും മഞ്ജു സ്വന്തം വഴിയിൽ കൊണ്ടുവരും. അങ്ങനെ പലപ്പോഴും ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ മഞ്ജുവിന്റെ നിർബന്ധത്തിന് വേണ്ടി ആമ്പലിന് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അശോകിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അയാൾ അത് ആമ്പലിനെ കൊണ്ട് ചെയ്യിക്കാറില്ല. പക്ഷെ പലതും അയാളുടെ കണ്ണിൽ പെടുന്നുണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിലാകെ മൗനം പടർന്നു നിന്ന നേരത്താണ് അതൊരവസരമായി കണ്ട് സിദ്ധു അവരെ തിരക്കി പോകാൻ തുടങ്ങിയത്. മോനെ, തൊടിയിലാകെ മഴയായിട്ട് ചെളി കയറി കിടക്കുകയാണ്. നിന്റെ നല്ല ഡ്രസ്സ് ചീത്തയാവും. അങ്ങനെയൊന്നുമില്ല മാമി, ഞാൻ അവരെ പോയി നോക്കിയിട്ട് വരാം. താൻ കൊടുത്ത പെർഫ്യൂമിന്റെ ബോട്ടിൽ കയ്യിൽ പിടിച്ച് അത് വാസനിച്ചുകൊണ്ട് തന്നെ നോക്കി ചിരിക്കുന്ന അമ്മായിയുടെ വാക്കുകൾ സ്നേഹത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ടവൻ പുറത്തേക്കിറങ്ങി. അടുക്കള ഭാഗത്ത് ചെറിയൊരു തുണ്ട് കഴിഞ്ഞാൽ താഴെയാണ് അവരീ പറയുന്ന വാഴത്തോട്ടം. ആമ്പലിനെ കാണാനുള്ള ധൃതിയിൽ അവൻ വേഗത്തിൽ അവിടേക്ക് നടന്നു. തോട്ടത്തിന്റെ അകത്തേക്കുള്ള വരമ്പ് കയറി ഇത്തിരി നടന്നതും ഉറക്കെയുള്ള ചിരിയും ബഹളവും കേട്ടു. അതിൽ അട്ടഹസിച്ച് ചിരിച്ചു കേൾക്കുന്നത് ആൺകുട്ടികളുടെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞതും അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. നെറ്റിയിൽ സംശയത്തിന്റെ 3-4 വരകൾ വീണു. വല്ലാത്തൊരു മുഖത്തോടെയാണ് ആ ശബ്ദത്തിനടുത്തേക്ക് അവൻ നടന്നത്. അപ്പോഴാണ് കാണുന്നത് ആമ്പലിന്റെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്ന ആസിയെ. ആ ഒരു കാഴ്ച അല്പം പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ മുഖം വെട്ടിച്ചു. ഒപ്പം അവന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകുകയും ചെയ്തു. ആരാടിയത്? കുറച്ചു നേരം കൊണ്ട് നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പരിചയമില്ലാത്ത ഒരാൾ വല്ലാത്ത ഭാവത്തോടെ നോക്കി നിൽക്കുന്ന കണ്ട് ആസിയുടെ ചോദ്യം കേട്ടതും ബാക്കി 3 പേരും അവൻ നോക്കിയിടത്തേക്ക് നോക്കി. ആസിയുടെ അതേ സംശയത്തോടെ നൗഫിയും എവിടെയോ കണ്ടുമറന്ന മുഖം ഓർമ്മയിൽ തേടി രമ്യ നിന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളെ മുന്നിൽ കണ്ടതിന്റെ പകപ്പിലായിരുന്നു ആമ്പൽ. സിദ്ധേട്ടാ! അധിക സന്തോഷത്തോടെ അവൾ ഓടി അവന്റെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. തന്റെ പേരും വിളിച്ച് തന്റെ അടുത്തേക്ക് ഓടി വരുന്നവളെ കണ്ടതും സിദ്ധുവിന്റെ മനസ്സ് നിറഞ്ഞു. കുറച്ചു മുന്നേ വരെ കാർമേഘം മൂടിയ മനസ്സ് അവളുടെ പുഞ്ചിരിയിൽ ആമ്പൽ പൊയ്ക പോലെ നിറഞ്ഞാടി. സിദ്ധേട്ടൻ എപ്പോ വന്നു? ഒരുപാട് നേരമായോ? അപ്പച്ചി ഉണ്ടോ കൂടെ? തീർത്തും പതിഞ്ഞ ശബ്ദത്തിൽ ആകാംക്ഷ മുറ്റി നിന്നവൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ മുഖത്തെ ഓരോ ഭാവങ്ങളും നോക്കിക്കാണുന്നതിലായിരുന്നു സിദ്ധുവിന്റെ ആ നേരത്തെ ശ്രദ്ധ മുഴുവനും. സിദ്ധേട്ടാ! തന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നതല്ലാതെ മറുപടിയൊന്നും അവൻ പറയുന്നില്ല എന്ന് കണ്ടതും പെണ്ണ് പിണങ്ങി വിളിച്ചു. സിദ്ധേട്ടനോ? ആരാ രമു അത്? കതിയറിയാതെ ആട്ടം കണ്ടുനിന്ന രമ്യയോട് മറ്റു രണ്ടുപേരും ചോദിച്ചു. ആമ്പല് പേര് വിളിച്ച് പാഞ്ഞതോടെ ആളെ മനസ്സിലായ രമ്യ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ നേരത്ത്. അതിനിടയിലാണ് നൗഫിയുടെയും ആസിയുടെയും ചോദ്യം. സിദ്ധാർത്ഥ്, അവളുടെ അപ്പച്ചിയുടെ മകൻ. ഏത്? മുറച്ചെറുക്കനാ? 2 കണ്ണും തള്ളിക്കൊണ്ടവൻ രമ്യയെ നോക്കി. മുറിയും മറയൊന്നുമില്ല. വിഷ്ണുവേട്ടൻ എങ്ങനെയാണോ അങ്ങനൊക്കെ തന്നെയാണ്. അവളുടെ മുഖം അങ്ങ് മാറി. എടി, ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ, അതിന് നീ ഇങ്ങനെ സീരിയസ് ആവണോ? നിന്റെ ഭാവം കണ്ടാൽ തോന്നുമല്ലോ മുറച്ചെറുക്കൻ കെട്ടാൻ പോകുന്ന മുറപ്പെണ്ണാണ് അവിടെ നിൽക്കുന്നതെന്ന്. അവളുടെ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ ആസി പുച്ഛിച്ചു. ചില കാര്യങ്ങളിൽ തമാശ പോലും പാടില്ല ആസി. അറിയില്ല എപ്പോഴാണ് ഗുളികൻ നാവിൽ കയറി നിൽക്കുന്നതെന്ന്. അവളുടെ ശബ്ദത്തിന് വല്ലാത്തൊരു മുറുക്കമുണ്ടായിരുന്നു ആ നേരം. ഈ പെണ്ണിന് ശരിക്കും പറഞ്ഞാൽ അസൂയയാണ്. ഇവളല്ലാതെ വേറെ ആരെങ്കിലും ആമ്പലൂണിനോട് ഇത്തിരി സ്നേഹത്തിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആമ്പൽ പോയി ആരോടെങ്കിലും ചിരിച്ചോണ്ട് സംസാരിക്കുന്നതോ കണ്ടാൽ അപ്പ തുടങ്ങും ഇവൾക്ക് കുശുമ്പ്. നീ ഇവിടെ കുശുമ്പ് കുത്തിക്കൊണ്ടിരുന്നോ, ഞങ്ങൾ പോയി ആ ചേട്ടനെ പരിചയപ്പെട്ടെ. അവളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രണ്ടും കൂടി സിദ്ധുവിന്റെ അരികിലേക്ക് ചെന്നു. ഹലോ ചേട്ടാ, എന്തുണ്ട് വിശേഷം? ആസിയാണ് അവർക്കിടയിലേക്ക് ഇടിച്ചു കയറി വിശേഷ ചോദ്യവുമായി ചെന്നത്. അത്രയും നേരം ഓരോ ചോദ്യങ്ങൾക്കും പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നവന്റെ മുഖം നിമിഷം കൊണ്ടാണ് മാറിയത്. അത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും കൃത്യമായി രമ്യയുടെ കണ്ണിൽപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ എന്തൊക്കെയോ സംശയം ഉടലെടുത്തു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖം. ചോദിച്ചുകൊണ്ട് മറുപടി പറയണമല്ലോ എന്ന ഭാവത്തിലായിരുന്നു അവന്റെ മറുപടി. ചേട്ടൻ ഇവിടേക്ക് അധികം വന്നിട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വിഷ്ണുവേട്ടനെ പോലെ ചിന്തിച്ച ചെക്കന്മാർ പിന്നെയും അവനോട് ഓരോന്ന് ചോദിച്ചു. സിദ്ധേട്ടൻ ചേച്ചിയുടെ ഒപ്പം ഗൾഫിലായിരുന്നു, അതാ നിങ്ങൾ കാണാഞ്ഞത്. സിദ്ധുവിനെ ഒന്ന് നോക്കി ആമ്പലാണതിന് മറുപടി നൽകിയത്. ഓ, അത് പറ. അല്ലെങ്കിൽ കഴിഞ്ഞ ഇവിടുത്തെ ഉത്സവത്തിന് അവിടുന്ന് എല്ലാവരും വന്നപ്പോൾ ഈ ചേട്ടനെയും ഞങ്ങൾ കണ്ടേനെ. പിന്നെ പറയട്ടാ. ആമ്പലുവിന്റെ പിറന്നാളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണോ?
ആമ്പലിനോട് എന്തോ ചോദിക്കാൻ വന്നവൻ അത് ചോദിക്കുന്നതിന് മുന്നേ നൗഫി അടുത്ത ചോദ്യവുമായി തുടർന്നു. സിദ്ധുവിനുള്ളിൽ വല്ലാത്തൊരു അമർഷം ഉയരാൻ തുടങ്ങി. ഉള്ളിൽ ഉയർന്നു പോകുന്ന ദേഷ്യം പല്ല് കടിച്ചു പിടിച്ച് സിദ്ധു അമർത്താൻ ശ്രമിച്ചു. രമു, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വരുന്നില്ലേ? ഇത്രയും നേരമായിട്ടും ഇങ്ങോട്ട് വരാതെ നിൽക്കുന്നവളെ കണ്ട് ആമ്പൽ തിരിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. അതുകൂടെ കണ്ടതും സിദ്ധുവിന്റെ ദേഷ്യം പൂർത്തിയായി. ഒന്നുമില്ലെങ്കിലും ഇതുവരെ അവൾ അടുത്തെങ്കിലും നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇവന്മാരുടെ കാര്യം പറച്ചിൽ തുടങ്ങിയപ്പോൾ അവൾ തന്നെ വിട്ടു മാറിപ്പോകുന്നു. അവൻ ഇരുമുഷ്ടികളും ചുരുട്ടി. ചേട്ടൻ ആമ്പലിനെ പോലെയാണല്ലേ? ഒട്ടും സംസാരിക്കില്ലെന്ന് തോന്നുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ പോലെ, അല്ലാതെ നിങ്ങളെപ്പോലെ വെറുതെ കലവില ചിലക്കേണ്ട കാര്യമുണ്ടോ? തീർത്തും ഗൗരവത്തോടെ പറയുന്നതിനെ ആസിയും നൗഫിയും ഒന്നും നോക്കിയിട്ട് പിന്നെ മിണ്ടാൻ പോയില്ല. അപ്പോഴേക്കും ആമ്പൽ രമ്യയുടെ കയ്യിൽ തൂങ്ങി എത്തിരുന്നു. ഇതിപ്പോ ആവശ്യത്തിന് ഇലകളായില്ലേ, ഇനി നമുക്ക് കേറി പോകാമടാ. ഇനി കുറച്ചു നേരം കൂടി സിദ്ധുവിന്റെ ഒപ്പം നിൽക്കാൻ മനസ്സില്ലാതെ ആസി പറഞ്ഞതും നൗഫി തലയാട്ടിക്കൊണ്ട് നടന്നു. ബാ സിദ്ധേട്ടാ, വീട്ടിലേക്ക് പോകാം. ആമ്പല് ചിരിച്ചതും അവനും പുഞ്ചിരിച്ചു. എടി, നീ ഉടുത്തേക്കുന്ന ആ സാധനം വൃത്തിയായി പിടിച്ചുകൊണ്ട് വാട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന പോലെ അതിൽ തട്ടി വീഴുമേ നീ. വരമ്പിലൂടെ ഏറ്റവും മുന്നിൽ നടന്നവൻ പിന്നിലേക്ക് നോക്കി ആമ്പലിനോട് പറഞ്ഞു. സിദ്ധുവിന്റെ കണ്ണുകൾ അവളുടെ വേഷത്തിലേക്ക് പോയി. ധാവണിയിൽ സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്. നിങ്ങൾ എല്ലാവരും മുന്നിൽ നടന്നോ, അവളെയും പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങ് വന്നേക്കാം. അതുവരെയും സാധാ പോലെ നടന്നവൻ ചുവടുകൾ മെല്ലെയാക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു നിന്നു. എന്റെ കയ്യിൽ പിടിച്ചോ, നീ താഴെ വീഴില്ല. വേണ്ടേട്ടാ, ഞാൻ ഒപ്പമുണ്ടല്ലോ. അവളെ എവിടെയും വീഴ്ത്താതെ ഞാൻ കൊണ്ടുവന്നോളാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒപ്പമുണ്ടെങ്കിൽ അവൾ എവിടെയും വീഴില്ല, അല്ലേടി? അവന്റെ കണ്ണിൽ നോക്കി അത്രയും പറയുമ്പോൾ രമ്യയുടെ മുഖം നല്ല ഗൗരവത്തിലായിരുന്നു. നിങ്ങൾ എന്താ പിള്ളേരെ ഇത്രയും താമസിച്ചത്? ഇവരെ വാഴ നട്ടു വളർത്തി അതിൽ നിന്നും ഇലയും വെട്ടിക്കൊണ്ട് വന്നതാണ് മഞ്ജു. അപ്പൊ പിന്നെ ഇത്രയും നേരം എടുക്കില്ലേ? ആസിയുടെയും നൗഫിയുടെയും കയ്യിൽ നിന്നും ഇല വാങ്ങുക വഴി രമ്യ ഇരുവരെയും എല്ലാവരെയും ചേർത്ത് കളിയാക്കി. ഹാ, നീ എന്താ ചെക്ക അങ്ങനെ നിൽക്കുന്നേ? നീ പോയി മാമന്റെ അടുത്തിരുന്നോ. അല്ലാതെ നീ ഈ പിള്ളേരുടെ ഇടയിൽ നിന്നാലുണ്ടല്ലോ, എല്ലാരും കൂടി നിനക്ക് വട്ടാക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആമ്പലുവിന്റെ അരികിൽ നിന്നും മാറാതെ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് മഞ്ജു ചിരിയോടെയാണ് പറഞ്ഞത്. മഞ്ജുമ്മേ, കടലപ്പായസം അല്ലാതെ സാധാ മനുഷ്യർക്ക് കുടിക്കാൻ പാകത്തിന് വേറെന്തെങ്കിലും പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആമ്പലുവിനെ ഇടം കണ്ടിട്ട് നോക്കി അവളെ വാശി പിടിപ്പിക്കാനെന്ന പോലെ ആസിയാണ് തുടക്കമിട്ടത്. അതെന്താടാ, സാധാ ആൾക്കാർ കടലപ്പായസം കുടിക്കില്ലേ? ആമ്പലുവിന്റെ ചുണ്ടു കൂർത്തു. എവിടുന്ന്? അത് വല്ല പൂച്ചയും മുയലും അങ്ങേ അറ്റം പോയാൽ വല്ല ആടും കുടിച്ചേക്കും, അല്ലാതെ നമ്മളെ പോലുള്ള മനുഷ്യന്മാര് കുടിക്കുമോ? അല്ലേടാ നൗഫിയെ? ആന്നേ, ഇതൊന്നും അറിയാതെയാണോ എന്റെ പാവം മഞ്ജുമ്മ പായസം ഉണ്ടാക്കിയത്? ഒന്നാമത് ആസിയുടെ പറച്ചിലിൽ ദേഷ്യം വന്നു നിന്നവൾ നൗഫിയുടെ സപ്പോർട്ടും കൂടി കേട്ടതും ആരോടും മിണ്ടാതെ ദേഷ്യപ്പെട്ട പോലെ ചാടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിനക്കൊക്കെ ഇപ്പൊ സമാധാനമായല്ലോ, ആ പാവം പിടിച്ച കൊച്ചിനെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ? ഇതൊക്കെയല്ലേ രമയമ്മേ ഒരു സന്തോഷം. വഴക്കാളി എങ്ങോട്ടാ പോയെന്ന് നോക്കിയിട്ട് ഇപ്പൊ വരാട്ടോ. എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ആസി അവൾക്ക് പിന്നാലെ പാഞ്ഞു. ഒട്ടും താമസിയാതെ നൗഫിയും. ഇതൊക്കെ കണ്ട് ബാക്കിയുള്ളവർ ചിരിക്കുമ്പോൾ ഒരുവൻ നിന്നെരിയുകയായിരുന്നു. കാരണം തൊടിയിൽ നിന്ന് കയറി ഇവിടെ എത്തും വരെ അവൾ അവനോടൊപ്പമായിരുന്നു. അടുക്കളയിൽ വന്ന് കാര്യം പറയാനിരുന്നപ്പോഴും അവന്റെ തൊട്ടടുത്ത് തൊട്ടോ തൊട്ടില്ലെന്ന രീതിയിൽ അവളുടെ സാമീപ്യം അറിഞ്ഞ് അത്രയും സന്തോഷത്തോടെയാണ് അവൻ നിന്നത്. അതിനിടയിലാണ് അവന്മാർ ഓരോന്ന് പറഞ്ഞത്. അത് കേട്ടതും ആ നേരം വരെ അടുത്തു നിന്നവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. തന്റെ അടുത്ത് നിന്നും അവളിപ്പോൾ പോകാൻ കാരണക്കാരായവരോട് ആവശ്യമില്ലാത്തൊരു ദേഷ്യം ഈ നിമിഷം കൊണ്ട് സിദ്ധുവിനുള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്നു. അച്ഛാ, ആ, എന്റെ ഫോൺ അച്ഛന്റെ അടുത്തിരിപ്പുണ്ടോ? നിന്റെ ഫോൺ എന്തിനാ കൊച്ചെ ഞാൻ എടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ ഇപ്പൊ ഫോൺ? അച്ഛന്റെ ചോദ്യത്തിൽ രമ്യ ഒന്ന് പതറി. സാധാരണ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ട്യൂഷനിൽ നിന്നോ ലേറ്റ് ആവും എന്ന് തോന്നുന്ന ദിവസങ്ങൾ മാത്രമാണ് ഫോൺ എടുക്കാറ്. അല്ലാത്ത സമയത്ത് വല്ല ഗെയിമും കളിച്ചാൻ എടുത്താലായി. ഇന്നിപ്പോൾ ഇവിടേക്ക് വരുന്നോണ്ട് ഫോണിന്റെ കാര്യം ഓർത്തുപോലുമില്ല. പക്ഷെ ഇങ്ങനൊരു കോടാലി വരുമെന്ന് ആബ്സെന്റ് മൈൻഡിലെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ ഫോൺ കയ്യിലെടുത്തേനെ. ആസിയോടും നൗഫിയോടും ചോദിക്കാൻ പറ്റില്ല, അവർ കാര്യം തിരക്കും. ഫോൺ എടുക്കാതെ വന്നതിൽ അവർക്ക് ആദ്യമായി നിരാശ തോന്നി. കൊച്ചെ, നീ ചോദിച്ചത് കേട്ടാ? ആ അച്ഛാ, അതൊരു നോട്ട്സിന്റെ കാര്യം വന്ന് കിടപ്പുണ്ടായിരുന്നു.
അത് ഒന്നുകൂടി നോക്കാൻ വേണ്ടി ചോദിച്ചതാ. ആണോ? അത്യാവശ്യമാണെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം മോളെ. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. വേണ്ടച്ചാ, അച്ഛൻ വീടിന്റെ ചാവി തന്നേ, ഞാൻ പോയി ദേ എടുത്തോണ്ട് വരാം. മോളെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഊണ് കഴിച്ചിട്ട് പോയാൽ പോരെ, ഇപ്പൊ ഇല്ലേ ഇടും. ഒരു 5 മിനിറ്റ് അശോകൻ മാമ, ഞാൻ ദേ പോയി ദാ വന്നു. അച്ഛാ, സ്കൂട്ടിയുടെ ചാവി അതിൽ തന്നെ ഇല്ലേ? ഉണ്ടെന്ന് അദ്ദേഹം തലയാട്ടിയതും അവൾ വേഗം അവിടെ നിന്നും ഇറങ്ങി. ഒരാളെ വിളിക്കാൻ വേണ്ടി മാത്രം. വേണമെങ്കിൽ അച്ഛന്റെ ഫോൺ വാങ്ങി ഇപ്പോൾ തന്നെ സംസാരിക്കാൻ പറ്റും തനിക്ക്. പക്ഷെ അത് വേണ്ട, വീട്ടിൽ പോയാൽ സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ. അവൾ വണ്ടിയും എടുത്ത് തിരിഞ്ഞ് വീടിന്റെ വഴി മാറിയില്ല, അതിനു മുന്നേ പരിചയമുള്ളൊരു കാർ വട്ടം വെച്ച് നിന്നു. എന്നെ എങ്ങാനും ഇടിച്ചിരുന്നെങ്കിൽ സാർ ഇപ്പൊ ഗോതമ്പ് പൊടി കഴിക്കേണ്ടി വന്നേനെ. ഡ്രൈവിംഗ് സീറ്റിൽ അവളെ പേടിപ്പിച്ചതിന്റെ ചിരിയോടെ ഇരിക്കുന്നതിനെ നോക്കി രമ്യ ഒന്ന് കണ്ണുരുട്ടി. ഒന്ന് പോയേടി, ജയിലിൽ ഇപ്പോൾ ഗോതമ്പുണ്ടൊന്നുമല്ല, 5 സ്റ്റാർ ഫുഡാണ്. ഇങ്ങനെ ഒരു സാധനം. താങ്ക് യു. അവളുടെ കളിയാക്കലിനെ ഒരു കോംപ്ലിമെന്റായി എടുത്തു ഏതൻ. രണ്ടും കൂടി ഇവിടെ തല്ലും വെച്ച് നിന്നോ, ഞാൻ ഇവിടെ ഇറങ്ങുമേ. ഇരിക്കമ്മേ, നമുക്ക് ഈ വഴിയിൽ കയറി വണ്ടി അകത്തേക്ക് കൊണ്ടുപോകാം. ടീച്ചർ ഇറങ്ങുന്നു കണ്ടതും ഏതൻ പെട്ടെന്ന് തടഞ്ഞു. അത് നീ വട്ടം കറങ്ങിയിട്ടങ്ങ് വന്നാ മതി. ഇവിടുന്ന് മുകളിലേക്ക് കയറിയാൽ വീടെത്തില്ലേ? ശരിയാണ്, തൊട്ടു മുല്ലത്തെ പടി കയറിയാൽ വീടാണ്. കാറും കൊണ്ട് അകത്തേക്ക് ചെല്ലണമെങ്കിൽ ഒരു വഴി ചുറ്റുകയും വേണം. പറയുന്നതിനൊപ്പം തന്നെ ടീച്ചർ ഇറങ്ങുകയും ചെയ്തു, പടി കയറാൻ തുടങ്ങുകയും ചെയ്തു. ഈ അമ്മയുടെ കാര്യം. അല്ല, നീ എന്താ സ്കൂട്ടിക്കായി? അത് പിന്നെ, പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ ഒന്ന് പരിഭ്രമിച്ചു. എന്താടി? അത് മനസ്സിലായ പോലെ ഏതന്റെ മുഖവും മാറി. ഒന്നുമില്ല സർ, ഞാൻ വീട്ടിൽ പോയിട്ട് ദാ എത്തി. പറയുകയും അവൾ സ്കൂട്ടി വേഗം സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ എന്തോ ഓർത്ത പോലെ അവൾ അത് ഓഫ് ചെയ്തിട്ട് ഏതനെ നോക്കി. സർ, തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ എനിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ തിരിച്ചെത്തുന്നത് വരെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി സർ ആമ്പലിനുന്റെ അടുത്ത് തന്നെ പിടിച്ചു നിർത്തുമോ? എന്താ? സാറ് ആമ്പലൂനെ സാറിന്റെ അടുത്ത് തന്നെ പിടിച്ചു നിർത്തുമോന്ന്. അവളുടെ വാക്കുകൾക്കപ്പുറം മറ്റെന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഏതൻ തിരിച്ചൊരു വാക്കുപോലും ചോദിക്കാതെ തലയാട്ടി. രമ്യയുടെ മുഖം ഒന്ന് ശാന്തമായ പോലെ തോന്നിയവന്. പിന്നൊരു നിമിഷം പോലെ പാഴാക്കാതെ അവൾ വേഗം വീട്ടിലേക്ക് വിട്ടു. സ്കൂട്ടി കയ്യിൽ കിട്ടിയാൽ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോയി മാക്സിമം അത് ഓടിച്ചുകൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെട്ടവൾ അന്ന് ആദ്യമായി നിമിഷങ്ങളുടെ യാത്ര കൊണ്ട് വീട്ടിലെത്തി. ഓടിപ്പോയി അവൾ ഫോൺ എടുത്ത് നമ്പർ തിരഞ്ഞു. ഇത്തിരി നേരം തപ്പിയിട്ടാണ് അവൾക്ക് ഫോൺ നമ്പർ കിട്ടിയത്. പെട്ടെന്ന് വിളിക്കാനായി അവൾ നമ്പർ പ്രസ് ചെയ്തു. ആദ്യത്തെ തവണ ഫുള്ള് റിങ് ചെയ്തിട്ടും ആൻസർ ഉണ്ടായിരുന്നില്ല. നാശം പിടിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഫോൺ എടുക്കാറില്ലല്ലോ. പഴി പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ഡയൽ ചെയ്തു. അപ്പോഴും നിരാശയായിരുന്നു ഫലം. ദേഷ്യത്തോടെ അവൾ കട്ടിലേക്ക് ഫോൺ വലിച്ചെറിഞ്ഞതും അത് റിങ് ചെയ്തു. ചാടിപ്പിടിച്ച് ഫോൺ എടുത്ത് അവൾ ഹലോ പറഞ്ഞു. ഹലോ, വിഷ്ണു ഏട്ടാ? രമ്യ. വിഷ്ണു പെട്ടെന്ന് ഞെട്ടി. ഏട്ടാ? എന്താടി? സിദ്ധാർത്ഥേട്ടൻ ആമ്പലൂനെ പ്രേമിക്കുന്നുണ്ടോ?